ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അത്യന്തം ശുഭകരമായ ആ സ്തോത്രകാവ്യത്തെ നാരായണീയ മധുരമായി ഇന്ന് 11ാമത്തെ ദിവസം നമ്മൾ അനുസ്മരിക്കുമ്പോൾ ശ്രീമന്നാരായണീയം 2ാമത്തെ ദശകത്തിൽ 1ാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ശ്രീമന്നാരായണീയം ആദ്യ ദശകത്തിൽ സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് തുടങ്ങി ഭാഗവതോത്തമനായ ഭക്തോത്തമനായ മേൽപുത്തൂർ നാരായണ ഭട്ടതിരി, നാരായണ ഭട്ടപാദർ ഭഗവാന്റെ നിഷ്കളമായ സ്വരൂപത്തെയും ആ ഗുരുവായൂരപ്പൻ്റെ മാഹാത്മ്യത്തെയും വർണ്ണിച്ചു. തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ എന്ന തരത്തിൽ ഭഗവത് സ്വരൂപം, അതിന് അനുഗുണമായിരിക്കുന്ന ഭക്തിയുടെ മഹത്വം, അതാണ് 2ാമത്തെ ദശകം കൊണ്ട് പ്രതിപാദിക്കുന്നത്. ഭക്തന്മാരുടെ നിരന്തര ധ്യാനത്തിന് അല്ലെങ്കിൽ ധ്യാന പരിശീലനത്തിന്
ഒരു സ്വരൂപം അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ആ ഭഗവൽ സ്വരൂപ വർണ്ണനം ശ്രുതിമധുരമായ വിധത്തിൽ ഭാഷയും ഭാവനയും ഒത്തുചേർന്ന ഭക്തിയുടെ ഏറ്റവും ഉദാത്തമായ ഭാവത്തിൽ പട്ടേരിപ്പാട് അത് ചേർത്തു വച്ചിരിക്കുന്നു. അത് ഈ ശ്രീമന്നാരായണീയത്തിൻ്റെ വലിയൊരു മാഹാത്മ്യമാണ്. ഇവിടെ പറയണു, സൂര്യസ്പർദ്ധി കിരീടം, സൂര്യനേക്കാൾ ശോഭയുണ്ടാക്കുന്ന, ഒരുപക്ഷെ സൂര്യനിൽ പോലും സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കിരീടം, ഊർധ്വതിലക പ്രോദ്ഭാസി ബാലാന്തരം, ഊർധ്വതിലകം ഗോപിക്കുറി ചാർത്തി മിന്നുന്ന ആ ബാലാന്തരം, നെറ്റിത്തടം, കാരുണ്യാകുല നേത്രം, ഭഗവാന്റെ കണ്ണുകൾ കാരുണ്യം വഴിഞ്ഞൊഴുകുന്നതാണ്. അപ്പൊ ദയ അല്ലെങ്കിൽ കാരുണ്യം, കരുണ കവിഞ്ഞൊഴുകുന്ന കണ്ണുകളാണ് ഭഗവാന്റേത്. ഭഗവാനെ കേശാതിപാദം വർണ്ണിക്കുകയാണ്. അപ്പൊ ഏറ്റവും മുകളിൽ കിരീടം, അത് സൂര്യനേക്കാളും ശോഭയാണതിന്. ഗോപിക്കുറി ചാർത്തിയ മനോഹരമായ നെറ്റിത്തടം, പഞ്ചമിചന്ദ്രതുല്യമായിരിക്കുന്ന നെറ്റിത്തടം എന്നൊക്കെ കവി പറയുന്ന ആ നെറ്റിത്തടം, കാരുണ്യാകുല നേത്രം, ദയ കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ, ആർദ്രഹസിതോല്ലാസം, കുളിർമയുള്ള ആർദ്രമായ ആ പുഞ്ചിരിപ്രകാശം, സുനാസാപുടം, അതിമനോഹരമായിരിക്കുന്ന ആ മൂക്ക്, എള്ളിൻപൂവിനൊത്ത മൂക്ക് എന്നൊക്കെ മൂക്കിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയാറുണ്ട്. അതേപോലെ ഇവിടെ പറയുന്നു, സുനാസാപുടം, ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം. ആ മകരകുണ്ടലങ്ങളുടെ പ്രത്യേകത എന്താ? അതിൻ്റെ ആ ശോഭ കവിൾത്തടങ്ങളിൽ പ്രതിഫലിക്കണമെന്നാണ്. കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച് തിളങ്ങുന്ന മകരമത്സ്യത്തിൻ്റെ ആകൃതിയോടുകൂടിയിട്ടുള്ള കുണ്ടലങ്ങൾ, അതുകൊണ്ട് മകരകുണ്ടലങ്ങൾ എന്നതിന് പേര്. കണ്ഠോജ്വലൽ കൗസ്തുഭം, കണ്ഠത്തിന് ശോഭയുണ്ടാക്കുന്ന, കണ്ഠത്തെ ഉജ്ജ്വലമാക്കുന്ന കൗസ്തുഭം എന്ന ആ മനോഹരമായ ഭഗവാന്റെ കഴുത്തിൽ ചാർത്തിയിരിക്കുന്ന പത്മരാഗ കല്ല്, അത് കൗസ്തുഭം. വനമാല്യ ഹാരപടല ശ്രീവത്സദീപ്രം, വനമാല, അതേപോലെ മുത്തുമാലകള്, ശ്രീവത്സം എന്നിവയാൽ ദീപ്രമായിരിക്കുന്ന, എന്നിവയാൽ പ്രകാശിക്കുന്ന ത്വദ്രൂപം, അവിടുത്തെ ആ സാക്ഷാൽ സ്വരൂപത്തെ, ആ വൈകുണ്ഠരൂപത്തെ ഭജേ, അഹം ഭജേ, ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു എന്നാണ്. അപ്പോ ഭഗവാന്റെ പൊൻകിരീടം, ഗോപിക്കുറി, മകരകുണ്ടലം, കൗസ്തുഭം, വനമാല, ശ്രീവത്സം, ഇങ്ങനെ ആ വൈകുണ്ഠ വിഗ്രഹം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ. പുരാണപ്രസിദ്ധിയുള്ള അലങ്കാരങ്ങളാണതൊക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ ഗുരുവായൂരപ്പനും എന്ന് പറയുന്നു. പിന്നെയോ ഈ വനമാല എല്ലാ ഋതുക്കളിലെയും പൂക്കൾ ചേർത്ത് കെട്ടിയിട്ടുള്ള, അതിൻ്റെ പൂക്കളും തളിരുകളും ഇടകലർത്തി അതിൻ്റെ നടുക്ക് കടമ്പിൻ്റെ ആ പൂങ്കൊമ്പ് ചേർത്തുണ്ടാക്കിയതാണത്രേ ആപാദം, ഭഗവാന്റെ കണ്ഠം മുതൽ കാലുവരെ നീണ്ട് ഞാന്നു കിടക്കുന്ന വനമാല. ആജാനുലംബിനീമാല സർവർത്തു കുസുമോജ്വല മധ്യേ സ്ഥൂലകദംബാഢ്യ വനമാലേതി കീർത്തിത തുളസീ കുന്ദമന്ദാര പാരിജാത പ്രസൂനകൈഹി പഞ്ചഭിർഗ്രഥിതാമാല വനമാലേതി കഥ്യത്തെ. രണ്ടു തരത്തിലും പറയുന്നുണ്ട്. ആജാനുലംബിനി, വളരെ നീളത്തോടുകൂടിയ, സർവതൃ കുസുമോജ്വല മാല, എല്ലാ ഋതുക്കളിലെയും കുസുമങ്ങൾ ചേർത്ത് കെട്ടിയതും, മധ്യേ സ്ഥൂലകദംബാഢ്യ, മധ്യത്തിൽ ആ കടമ്പിന്റെ പൂങ്കൊമ്പ് ചേർത്തതും, അത് വനമാല. അതേപോലെ തുളസി കുന്ദ മന്ദാര പാരിജാത പ്രസൂനകൈഹി, ഈ 5
പഞ്ചഭിർഗ്രഥിതാമാല, അതിനും വനമാല എന്ന് പറയുന്നു. ഏതായാലും ആ ഭഗവത് സ്വരൂപത്തെ ധ്യാനിച്ച് ആദ്യത്തെ ശ്ലോകം സമർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ആ ശ്ലോകം നമുക്ക് ചൊല്ലി അതിൻ്റെ ശ്രീഹരിയ പരിഭാഷ കൂടി പാടി സമർപ്പിക്കാം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സൂര്യതുല്യം കിരീടവും ഗോപിയുള്ള തിരുനെറ്റി കരുണവഴിയും കണ്ണും മന്ദസ്മിതവും കുണ്ടലവും കൗസ്തുഭവും വനമാല മുത്തുമാല ശ്രീവത്സവും ചേർന്ന രൂപം ഭജിക്കുന്നു ഞാൻ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.